ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ കുറച്ച് വെജിറ്റബിൾസും അരിയും സോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. 1 കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസ്, ഒരു ക്യാപ്സിക്കം, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. നമുക്ക് എത്ര വെജിറ്റബിൾസ് ചേർക്കാൻ പറ്റുമോ അത്രയും ചേർക്കാം. ഇപ്പോൾ അതെല്ലാം ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് നന്നായിട്ട് ഹീറ്റായി വരട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ബീൻസും ഫുൾ വെജിറ്റബിൾസ് ഞാൻ ഒരുമിച്ചിട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഒരേ സൈസിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുമിച്ച് കുക്കായിക്കോളും. അപ്പോൾ വെജിറ്റബിൾസിലേക്ക് ഞാനിപ്പോൾ സ്പ്രിംഗ് ഓണിയനും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ചില്ലി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പച്ചക്കറിക്ക് മാത്രമുള്ള ഉപ്പാണ് ഇപ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്കുള്ള റൈസ് ഫസ്റ്റ് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്തത്. അപ്പോൾ റൈസ് ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതിന് ശേഷമാണ് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്തത്. ഒരു 90% കുക്കായി കഴിഞ്ഞപ്പോൾ തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഫസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കിലോ അരി ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുട്ട പൊരിച്ച് വെച്ചതാണ്. പൊരിച്ചിട്ട് നന്നായിട്ട് ചിക്കി ചെറിയ പീസാക്കി എടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസായി. ഇപ്പോൾ എഗ്ഗ് ചേർത്താൽ എഗ് ഫ്രൈഡ് റൈസായി. നമുക്ക് ഏത് വേണമെങ്കിലും ചേർത്തിട്ട് അതങ്ങനെ ആക്കിയെടുക്കാവുന്ന. ഇപ്പോൾ ഇനി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെ ചോറ് ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഒന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അരിയൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. സ്റ്റീലിൻ്റെ സ്പൂണിനേക്കാളും നല്ലത് ഇതാണ്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിന്. ഇനി നമുക്ക് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാനുള്ളത്. ഇനി അതിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊരിക്കുന്ന സമയത്ത്. ആ കോട്ടിംഗ് ഒന്ന് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലാണ് നമ്മൾ ചില്ലി ചിക്കൻ വരട്ടിയെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു 3 വലിയുള്ളി ക്യൂബായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 4 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഉള്ളിയും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കാൻ മറന്നുപോയി. ഫസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിച്ച പാടെ തന്നെ വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഉള്ളി ചേർക്കേണ്ടത്. അതിന് ശേഷമാണ് തക്കാളി ചേർക്കേണ്ടത്. വെളുത്തുള്ളി എനിക്ക് വിട്ടുപോയതാണ്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരാനുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോസും മസാലകളും ഇട്ട് കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ നോക്കിയിട്ട് അധികം സ്പൈസി ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ചൈനീസ് ഡിഷിലത് ചേർക്കില്ല, പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കെച്ചപ്പ് ടൊമാറ്റോ സോസ് ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സോസ് മാത്രം ഉള്ളിയും വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ സോസ് കുറച്ചുള്ളൂ, അതുകൊണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ സോസും ഉള്ളിയെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മസാലയ്ക്കുള്ള ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൈനീസ് ഡിഷിലൊക്കെ നമ്മൾ കുറച്ചൊരു മധുരിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഡിഷൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ ഞാനിതാ ഇവിടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വിളമ്പുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.